ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു റെസിൻ ക്ലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വന്നത്. അപ്പോൾ ഈ ഒരു റെസിൻ ക്ലോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളൊരു എക്സാക്റ്റ് സെയിം മോഡലല്ല. ആ മോഡൽ റെഫറൻസ് ചെയ്തിട്ടാണ് കസ്റ്റമർ നമ്മളോട് ഒരു ക്ലോക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത്. അന്ന് നമ്മൾ 12 ഇഞ്ചിലാണ് ചെയ്തത്, ഇന്ന് നമ്മൾ 18 ഇഞ്ചിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിലും അതുപോലെ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ റെസിൻ്റെ കാര്യം, ഈ റെസിൻ ആർട്ട് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ നമുക്ക് അത്ര സിമ്പിളല്ല, പക്ഷേ പഠിച്ച് വന്നാലോ അത് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് വരികയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ചാലും അതിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എന്താ പറയണ്ടേ, അത് തീരൂല. പിന്നെയും നമുക്ക് ഓരോരോ അറിവുകൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെന്താക്കുക, ആദ്യം തന്നെ ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു MDF ബോർഡ് ഹോൾസ് ഉള്ളതും ഹോൾസ് ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലും ഹോൾസ് ഇല്ലാത്തത് തന്നെയാണ് വാങ്ങൽ. എന്ന് വെച്ചാൽ ഹോൾസ് ഇല്ലാത്തത് വാങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് അങ്ങനത്തെ വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹാൻഡ് ഡ്രില്ലും കൂടി വാങ്ങണം. കാരണം ഹാൻഡ് ഡ്രില്ല് ഉണ്ടായാലേ നമുക്ക് അതിന് ഹോൾസും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്താ പറയണ്ടേ, മാസ്കിംഗ് ടാപ്പ് അത് മസ്റ്റാണ്. അത് നമുക്ക് ഇതിൽ എന്തായാലും ഒഴിച്ചുവിടാൻ പറ്റില്ല. അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ് കേട്ടോ, ഏത് റെസിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. റെസിൻ ഞാൻ വജ്ര എപ്പോക്സിൻ്റെ ആ ഒരു റെസിൻ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് നല്ല കംഫർട്ട് ആയതുകൊണ്ട് ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ 3 ബോട്ടിൽ കഴിഞ്ഞു. അപ്പോൾ 4th ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ്, നമുക്കൊരു പ്രൊഡക്റ്റ് നല്ലതായിട്ട് തോന്നുമ്പോഴല്ലേ നമ്മൾ വീണ്ടും അത് വാങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചൂസ് ചെയ്യുന്നത്. എന്നോട് ആര് ചോദിച്ചാലും ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പിഗ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു എന്താ പറയണ്ടേ, ഷൈനിങ്, ഒരു നല്ല ഗ്ലിറ്റർ ടൈപ്പ് പിഗ്മെൻറ്റ് പൗഡറാണ് കേട്ടോ. പിഗ്മെൻറ്റ് പൗഡറും ഉണ്ട്, നോർമൽ പിഗ്മെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് നല്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, എൻ്റെ എല്ലാ പിഗ്മെൻറ്റിനും എന്തുണ്ട്, ആ ഒരു ഷൈനിങ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ടിനെ നല്ലോണം എന്താ പറയണ്ടേ, കൂടുതൽ ഭംഗിയാക്കി തരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂവും, ഒരു കപ്പിൽ നമ്മൾ ബ്ലൂ ആക്കിയിട്ടുണ്ട്, ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഗ്രേ കളർ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്ലൂവിലേക്ക് ഗ്രേ കുറച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്ലോക്കിന് ചെയ്യുമ്പോൾ അധികവും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ മിക്സ് ചെയ്യരുത്, നമ്മൾ ആ കപ്പ് മിക്സ് ചെയ്യാതെ തന്നെ നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഏത് മോഡലാണ് വേണ്ടത്, ഡിസൈനാണ് വേണ്ടത് വെച്ചാൽ മാർക്ക് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ. എന്നിട്ട് ആ ഒരു മാർക്കിങ്ങിനും കാര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ചെയ്യട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ആ ഒരു ബ്ലൂവും ഗ്രേയും ആ ഒരു കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു മോഡൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ റെസിന് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കപ്പിലുള്ളത് ഒരിക്കലും മിക്സ് ചെയ്യില്ല. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഫൈനലായിട്ട് ഗ്രേ കുറച്ച് ബാക്കി വന്നത് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. കാരണം നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ ഈ ഒഴിച്ച ഭാഗത്തൊക്കെ നമുക്ക് വേണ്ടത് ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ബ്ലൂവും ഗ്രേ ഒഴിച്ചിനോ ചോദിച്ചാൽ ഒഴിച്ചിട്ടുണ്ട്, ഒഴിച്ചിട്ടില്ലേ ചോദിച്ചാൽ ഇല്ല, ഒഴിച്ചിട്ടില്ല. ആ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ, ഞാൻ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ടുണ്ട്, ഓവർ റെസിൻ നമ്മൾ എന്താ പറയണ്ടേ, മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ ഇതാക്കാൻ പാടില്ല. റെസിൻ കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് ചെയ്യാം. പക്ഷേ റെസിൻ ബാക്കിയായാൽ, കാരണം അത് സോ എക്സ്പെൻസീവ് ആണല്ലോ, അപ്പോൾ റെസിൻ ബാക്കിയായാലും നമുക്കത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ആദ്യം കുറച്ച് നോക്കിയിട്ട് നമ്മൾ ഒഴിക്കുക, എന്നിട്ട് പിന്നെ അത് തേയുന്നില്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഉണ്ടാക്കുക. അതാകുമ്പോൾ അത്ര പ്രശ്നം വരില്ല. ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് റെസിൻ ഇതാക്കിയിട്ട് വെറുതെ എന്താക്കണ്ട, വെറുതെ റെസിൻ കളയണ്ട. കാരണം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ റെസിൻ വേറെന്തെങ്കിലും ചെയ്യാനേ ഉപയോഗിക്കാനേ പറ്റൂ. ഉപയോഗിക്കാതിരിക്കാൻ ഒരു എന്താ പറയണ്ടേ, നിവൃത്തിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതാ ശരിക്കും കാണാൻ പറ്റും, ആ ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഷൈനിങ്, ആ ഒരു ഗ്ലിറ്ററിങ് കാണുന്നുണ്ടോ. ഞാൻ വൈറ്റ് പിന്നെ നോർമൽ പിഗ്മെൻ്റാണ് കേട്ടോ യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് വൈറ്റിന് അവിടെ അത്ര ഗ്ലിറ്ററിങ് വരാത്തത്. പക്ഷേ ആ ബ്ലൂവിൽ കണ്ടോ, ആ ബ്ലൂവും ഗ്രേയിലും കണ്ടോ നല്ലോണം ഗ്ലിറ്ററിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു വർക്ക് ഞാൻ കുറച്ച് കാലം മുന്നേ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈഡിൽ അതേത് റെസിൻ്റെ ബോട്ടിൽ കാണാം. അതായത് ആർട്ടിൻ്റെ റെസിനാണ് ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്തത്.
സ്റ്റാർട്ടിങ് ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആർട്ടിൻ്റെ റെസിനാണ് യൂസ് ചെയ്തത്. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ വജ്ര എപ്പോക്സിയുടെ റെസിൻ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു 3 ബോട്ടിൽ കഴിഞ്ഞു. പിന്നെ ബബിൾ റിമൂവിങ് സ്പ്രേ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യൽ. ഞാൻ പുറത്തുള്ള എന്താ പറയണ്ടേ, പുറത്തുള്ള നമ്മളെ റെസിന് എവിടെയെങ്കിലും ആയിപ്പോയാൽ അത് ക്ലീൻ ചെയ്യാനാണ് ഞാൻ നമ്മുടെ ഗണ്ണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലോക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ കുറേ സ്റ്റോൺസ് വെക്കുന്നുണ്ട്. ഒരു 3D പോലെ നിൽക്കുന്ന രീതിയിൽ സ്റ്റോൺസ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്രേയും വൈറ്റും ബ്ലാക്കും ആ ഒരു 3 കോമ്പിനേഷനിലുള്ള സ്റ്റോൺസ് നമ്മൾ ഇതുപോലെ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റോൺസാണ് ഇതൊക്കെ ഞാൻ വാങ്ങാറ്. ഇതുപോലത്തെ സ്റ്റോണ്, അതുപോലെ നമ്മൾ ഡിജിറ്റ്സ് മെഷീൻ, അതൊക്കെ ഞാൻ വാങ്ങാറ് ദ ക്രാഫ്റ്റി മാൾ എന്നുള്ള പേജിലാണ്. എന്നോട് ഡൗട്ട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയായിരിക്കും. അവരോടൊക്കെ ഞാൻ പറയൽ ഇതാ ക്രാഫ്റ്റി മാൾ എന്നുള്ള പേജ് ഷെയർ ചെയ്തിട്ട് ഞാൻ പറയാറ് ഇതിന്ന് വാങ്ങിക്കോളൂ എന്ന് പറയും. അപ്പോൾ ഈ ഒരു 3D പോലെ നിൽക്കുന്ന ഈ ഒരു സ്റ്റോൺസാണ് ഈ ഒരു ക്ലോക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ആ ഫസ്റ്റ് കോട്ടിങ് ഒഴിച്ചതിൻ്റെ ശേഷം അത് ഫുള്ളായിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം ഈ ഒരു സ്റ്റോൺസ് നമുക്ക് ഏത് മോഡലിലാണ് വേണ്ടത് ആ മോഡലിനനുസരിച്ച് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആദ്യം ആ സ്റ്റോൺസിൻ്റെ മേലെ മാത്രം റെസിൻ ഒഴിച്ച് കൊടുക്കും. ആദ്യം തന്നെ നമ്മൾ സെക്കൻഡ് കോട്ടിങ് രീതിയിൽ ഫുള്ളായിട്ട് റെസിൻ ഒഴിക്കാൻ പാടില്ല. ആദ്യം എല്ലാ സ്റ്റോൺസിനുമാണ് നമ്മൾ റെസിന് ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഇത് കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒറ്റിച്ച് കൊടുക്കും കേട്ടോ. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് റെസിൻ ഒഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷേപ്പിൽ ഈ ഒരു സ്റ്റോൺസ് വെച്ചില്ലേ, ആ ഒരു ഷേപ്പ് മാറിയിട്ട് അതിങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പോയി നിൽക്കും. അതായത് ആ ഷേപ്പില്ലാണ്ട് മൊത്തത്തിലായിട്ട് ആ ഒരു സ്റ്റോൺസൊക്കെ പോയി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇവിടെ സ്റ്റോൺസിൻ്റെ മേലെ റെസിൻ ഒഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ റെസിൻ ഒഴിക്കും. ബാക്കിയുള്ള സ്ഥലത്ത് റെസിൻ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റോൺസിൻ്റെ എന്താ പറയണ്ടേ, സ്റ്റോൺസിനെ വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ റെസിൻ ഒഴിക്കരുത്. മെല്ലെ നോക്കിയിട്ട് സൂക്ഷിച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ചാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഒറ്റയടിക്കാൻ ഒരുപാട് ഒഴിച്ചിട്ട് ചെയ്യുന്നില്ല. കുറച്ച് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കുറച്ചാക്കിയതിൻ്റെ ശേഷം സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാന്ന് വെച്ചാൽ ആ സ്റ്റോൺസൊക്കെ എന്താവും, ആ ഒരു ഷേപ്പ് ഒന്ന് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കുറേ ആൾ ചോദിക്കുന്ന ഡൗട്ടാണ് ഈ മെഷീൻ എങ്ങനെയാണ് വാങ്ങുക, അതുപോലെ നീഡിൽ എങ്ങനെയാണ് വാങ്ങുകയെന്ന്. അപ്പോൾ ഞാൻ പൊതുവേ വാങ്ങാറ്, ഞാനിപ്പോൾ എത്ര സൈസിൻ്റെ ബോർഡാണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് ഞാൻ ഡിജിറ്റ്സും വാങ്ങാറ്, അതിനനുസരിച്ചിട്ടാണ് നീഡിലും വാങ്ങാറ്. ഇപ്പോൾ ഈ ഒരു ക്ലോക്കിനൊക്കെ വലിയ നീഡിലും വലിയ ഡിജിറ്റ്സും വേണം. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ ചെറിയ ക്ലോക്കിന് ഒരു 10 ഇഞ്ച് 8 ഇഞ്ച് ക്ലോക്കിനൊന്നും നമുക്കത് ആവശ്യം വരുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ടൈപ്പ് സ്റ്റോൺ ഉണ്ട്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ഇതിൻ്റെ ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട്. അപ്പോൾ ഞാൻ അധികവും യൂസ് ചെയ്യുന്നതാണ് ഇത്. നമ്മൾ കുറച്ച് ലാസ്റ്റ് ഫൈനലായിട്ട് ടച്ചിങ്സ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോൺ മിനി സിൽവർ സ്റ്റോൺസ് ഇട്ട് കൊടുക്കാറ്, അല്ലെങ്കിൽ മിനി ഗോൾഡ് സ്റ്റോൺസ് ഇട്ട് കൊടുക്കാറ്. ഈ ഒരു ക്ലോക്കിൻ്റെ തീം ബ്ലൂ ഗ്രേ വൈറ്റ് സിൽവർ ആ ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് സിൽവർ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കുറച്ച് അട്രാക്ഷൻ കിട്ടും കേട്ടോ. പിന്നെ ഒരു ആർട്ട് ലൈൻ കാലിഗ്രഫീൻ്റെ മാർക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും സിൽവർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ആ ബോർഡറത്തെ ആ ഒരു വൃത്തികേട് മാറാൻ, ബോർഡർ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഇതുപോലെ മാർക്കർ വെച്ചിട്ട് ബോർഡറൊക്കെ വരച്ച് കൊടുക്കുന്നത്, ബോർഡർ വരച്ച് സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലത്തെ ഉള്ള സംഭവം വരുമ്പോഴാണ് ഞാൻ നമ്മൾ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അതൊക്കെ കളയാൻ പറ്റും കേട്ടോ. ഗണ്ണ് ചില സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അല്ലാന്ന് വെച്ചാൽ ഈ മാസ്കിങ് ടാപ്പ് തന്നെ ഇത് പറിച്ചു കൊടുത്താൽ തന്നെ അത് അതിൻ്റെ കൂടെ വന്നോളും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫുൾ സെറ്റായതിൻ്റെ ശേഷം നമ്മൾ ഫൈനൽ ടച്ചപ്പിന് വേണ്ടി സമയത്തുള്ള അപ്പോഴാണ് നമ്മൾ ഈ മാസ്കിങ് ടാപ്പൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്ത് അതിൽ നമുക്കതിൻ്റെ ആ വൃത്തികേടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ക്ലോക്ക് 18 ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ മെഷീൻ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. നോർമലി നമ്മൾ സാധാ മെഷീന്, അതായത് 22 mm മെഷീനാണ് വെച്ച് കൊടുക്കൽ. അത് നോർമൽ മെഷീനായിരിക്കും വെക്കുക. പക്ഷേ വലിയ ക്ലോക്കിലൊക്കെ ഞാൻ മുന്നേ ചെയ്ത വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ ക്ലോക്കിലൊക്കെ നമ്മൾ ഈ ഒരു ടൈപ്പ് വലിയ ടൈപ്പ് മെഷീനാണ് വെക്കുക. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്ലോക്കിൻ്റെ ബാറ്ററി ഇടുന്ന മെഷീൻ ഉണ്ടാവുക. അപ്പോൾ ആ ക്ലോക്കിൻ്റെ വെയിറ്റ് ഇത് വെച്ചുകൊടുത്താൽ ആ ക്ലോക്കിൻ്റെ വെയിറ്റ് അതിന് താങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വലിയ ക്ലോക്കിൽ ഇത്തരത്തിലുള്ള മെഷീൻ വെക്കുന്നത് കേട്ടോ. അതുകൂടാതെ ഇതൊരു 24 mm സൈസുള്ള മെഷീനാണ്.
കാരണം നമ്മുടെ ഇടയിൽ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റോണിൻ്റെ നീഡിൽ തട്ടിപ്പോയാൽ പിന്നെ അത് വർക്ക് ചെയ്യൂലല്ലോ ക്ലോക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈറ്റ് 24 mm ഹൈറ്റ് വരുന്ന നീഡിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അവിടെ സിൽവറിൽ ലൈനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ആ സെയിം മാർക്കർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സിൽവറിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കവർ നമ്മൾ പറിക്കുന്നത് ലാസ്റ്റാണ്. ചില ആൾക്കാർ അത് ഓൾറെഡി പറിച്ചിട്ട് അതിൻ്റെ മേലെ റെസിൻ ഒഴിക്കുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് നമ്മൾ അതിൻ്റെ മേലെ റെസിനാക്കാണ്ട് ഒഴിച്ച് ലാസ്റ്റ് ഫൈനൽ എല്ലാ ടച്ചപ്പും കഴിഞ്ഞതിന് ശേഷം ഇത് പറിച്ചാൽ ആ ഒരു ഗ്ലാസി ലുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലോക്കിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഫൈനൽ റിസൾട്ട് നോക്കിയാലോ.